ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇത് SNS മീഡിയ. ദൈവവചനത്തെ പലവരും തെറ്റായി പഠിപ്പിക്കുന്നു. തെറ്റിന് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് SNS മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൽക്കിസേദക്ക് ആര് എന്ന് പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ വേദവചന അടിസ്ഥാനത്തിൽ മൽക്കിസേദക്ക് ആരാകുന്നു എന്ന് തെളിയിക്കുവാൻ കഴിയും. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു. അങ്ങനെ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവാ ദൈവവും പുത്രനും ഉണ്ടായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നു. ഇതിനെക്കുറിച്ച് പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ. ഇതിൽ നിന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവും പുത്രനും പരസ്പരം സ്നേഹത്തിൽ ഒന്നായിരുന്നതായി മനസ്സിലാക്കാം. പിതാവ് പുത്രനെ സ്നേഹിച്ചത് എന്തുകൊണ്ട്? ദൈവം സ്നേഹം ആകുന്നത് കൊണ്ട് തന്നെ. ക്രിസ്തു മാർഗത്തിൽ കാണുന്നത് പോലെ മനുഷ്യനെക്കുറിച്ചുള്ള നിത്യ പരമോദ്ദേശം മറ്റു മതങ്ങളിൽ കാണുന്നില്ല. മറ്റു മതങ്ങളിൽ ദുഷ്ടന്മാരെ സംഹരിച്ച് നീതിമാന്മാരെ രക്ഷിക്കുവാനായി ദൈവ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് പാപം ഒഴികെ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായി 33.5 വർഷം ജീവിച്ചു. ക്രിസ്തു പാപിയുടെ പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിച്ച് പാപികളെ രക്ഷിക്കുവാനായി കാൽവരിയിൽ യാഗമായി മരിച്ചു. നമ്മുടെ പാപങ്ങൾ പശ്ചാത്തപിച്ച് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശു നമുക്ക് അതിൽ നിന്നും മോചനവും നൽകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ഈ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ സ്നേഹത്തെക്കുറിച്ച് അറിയാതെയും അനുഭവിക്കാതെയും മനുഷ്യൻ സ്നേഹത്തിൽ പൂർണ്ണനായി തീരുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് ദൈവസ്നേഹം പിതാവിൽ നിന്നും പുത്രനിൽ പകർന്നുകൊണ്ടിരുന്നു. ആ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. റോമർ 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. സ്നേഹം മാത്രമല്ല, ഐക്യതയും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ത്രിയേക ദൈവം വെളിപ്പെട്ടത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ. ഇവിടെ ദൈവം എന്ന വാക്ക് ഏലോഹീം എന്ന എബ്രായ പദത്തിൻ്റെ വിവർത്തനമാണ്. ഈ പദം ബഹുവചന രൂപത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവം ഏകനെങ്കിലും സമന്മാരായ അല്ലെങ്കിൽ തുല്യരായ 3 വ്യക്തികൾ ചേർന്ന് ത്രിയേകനാകുന്നു. പിതാവാ ദൈവവും പുത്രനാ ദൈവവും ഒന്നായിരിക്കുന്നത് പോലെ ദൈവ തൃത്വത്തിലെ 2 വ്യക്തികളെ പിതാവ് പുത്രൻ കുറിച്ച് നാം പഠിച്ചുവല്ലോ. മൂന്നാമതൊരു വ്യക്തിയെക്കുറിച്ച് തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസേദക്കാണ്. അങ്ങനെയെങ്കിൽ ഈ മൽക്കിസേദക്ക് ആർ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 18-ലാണ് ആദ്യമായി ഈ നാമം പ്രത്യക്ഷപ്പെടുന്നത്. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും ശാലേ രാജാവും ആണെന്ന് കാണുന്നു. ഗോത്രപിതാവായ അബ്രഹാം ശത്രുവിന്മേൽ ജയം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ ശാലേം രാജാവായ മൽക്കിസേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് എതിരേറ്റ് വന്നു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അബ്രഹാം സകലത്തിലും മൽക്കിസേദക്കിന് ദശാംശം കൊടുത്തു. മൽക്കിസേദക്കിന് നീതിയുടെ രാജാവെന്നും സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥം നൽകുന്നു.
അവന് പിതാവും മാതാവും വംശാവലിയും ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്തവനാണ്. മൽക്കിസേദക്ക് ദൈവപുത്രന് തുല്യനായി അത്യുന്നതനായ ദൈവത്തിന് എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. എബ്രായ ലേഖന 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. ശാലേം എന്ന രാജ്യത്തിലെ രാജാവ് എന്നൊരു അഭിപ്രായവുമുണ്ട്. എന്നാൽ അബ്രഹാം ജീവിച്ചിരുന്ന കാലത്ത് ശാലേം എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നതായി സത്യവേദ പുസ്തകത്തിൽ നിന്നോ ചരിത്രത്തിൽ നിന്നോ തെളിയിക്കുവാൻ പ്രയാസമാണ്. ഇനി കൂടാതെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ ഒരു ലോകരാജ്യത്തിലെ അധീപനായിരുന്നു അല്ലെങ്കിൽ ഒരു രാജാവായിരുന്നു എന്നത് ഒരിക്കലും സംഭവിക്കില്ല. പിതാവും മാതാവും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മൽക്കിസേദക്ക് 1-ാം ആദാം ആയിരിക്കുമെന്നും അഭിപ്രായവും നിലവിലുണ്ട്. എന്നാൽ വംശബലി ഇല്ലാത്തവനായി മൽക്കിസേദക്ക് എന്ന് കാണുന്നു. 1-ാം ആദാമിന് വംശബലി ഉണ്ടായിരുന്നുവല്ലോ. മാത്രമല്ല മൽക്കിസേദക്കിൽ കാണുന്ന പലവിധ പ്രത്യേകതകൾ 1-ാം ആദാമിൽ കാണുന്നില്ല. മൽക്കിസേദക്ക് ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും മറ്റൊരു അഭിപ്രായവും കൂടെ നിലവിലുണ്ട്. എന്നാൽ മൽക്കിസേദക്കിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അവൻ ദൈവപുത്രന് തുല്യനാണ് എന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവപുത്രൻ മൽക്കിസേദക്ക് എന്ന അഭിപ്രായവും തള്ളിക്കളയുന്നു. മൽക്കിസേദക്ക് ദൈവദൂതന്മാരിൽ ഒരാളായിരിക്കുകയില്ലേ എന്ന് ചിലവർ ചോദിക്കുന്നു. ദൈവദൂതന്മാരിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ഇല്ലല്ലോ. മാത്രമല്ല ദൈവപുത്രന് തുല്യൻ എന്ന് കാണുന്നത് കൊണ്ട് ദൈവദൂതന്മാരിൽ ഒരാളല്ല എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. മൽക്കിസേദക്ക് അത്യുന്നതനായ ദൈവവും പുത്രനായ ദൈവവും അല്ല. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മറ്റൊരാളാണ് ഈ മൽക്കിസേദക്ക് എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ മൽക്കിസേദക്ക് ആർ എന്ന ചോദ്യം അവശേഷിക്കുന്നു. എബ്രായ ലേഖന 7-ാം അധ്യായത്തിൽ മൽക്കിസേദക്കിന് കൊടുത്തിരിക്കുന്ന യോഗ്യതകൾ താൻ ഒരു മനുഷ്യൻ അല്ല എന്ന് തെളിയിക്കുന്നു. പിതാവായ ദൈവവുമല്ല, പുത്രനായ ക്രിസ്തുവും അല്ല, ദൈവപുത്രന് തുല്യനുമാണ്. അതായത് ദൈവിക തൃത്വത്തിലെ 3-ാമൻ പരിശുദ്ധാത്മാ ദൈവം തന്നെ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ത്രിയേക ദൈവമാണ് എലോഹിം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ. ഇനി ത്രിയേക ദൈവം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ത്രിയേക ദൈവം അരുളി ചെയ്തതായി കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 26-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയും. അവർ മൂവരും ആളത്വത്തിൽ തുല്യരാകൊണ്ടാണ് യേശു ക്രിസ്തു ജലസ്നാനത്തെക്കുറിച്ച് കൽപ്പന കൊടുക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് അരുളിച്ചതുകൊണ്ട് ദൈവിക തൃത്വം വെളിപ്പെടുത്തിയത്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ദൈവം ഏകനെങ്കിലും ആളത്വത്തിൽ തുല്യരായ മൂവർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ലോക സാമർത്ഥ്യത്തിന് മുമ്പ് സ്നേഹത്തിൽ പിതാവും സ്നേഹത്തിൽ പുത്രനും സ്നേഹത്തിൽ പുരോഹിതനായ പരിശുദ്ധാത്മാവും ദൈവവുമായി വെളിപ്പെട്ടത് മനുഷ്യൻ നിമിത്തമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള അത്ഭുതകരമായ പരമ ഉദ്ദേശം ത്രിയേക ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വിസ്മയം തന്നെ. ആമേൻ. വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.